സോ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ കീബോർഡ്. ഇപ്പം ഇതാണ് സാധാ കീബോർഡ്. ഇതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും? ഈ കീബോർഡ് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് സിസ്റ്റത്തിൻ്റെയാണ്. പക്ഷേ ജീബോർഡ് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഉപയോഗത്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജീബോർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ ഒരെണ്ണം കിട്ടും, ജീബോർഡ് ദ ഗൂഗിൾ കീബോർഡ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ടാബ് അല്ല വരുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നാണ്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു 2 ഓപ്ഷൻ വരും, സിസ്റ്റം കീബോർഡിൻ്റെയും പിന്നെ നമ്മുടെ ജീബോർഡ് കീബോർഡിൻ്റെ. എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ വരുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു ടാബിലോട്ടാണ്. എന്നിട്ട് നമുക്ക് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം നിങ്ങളുടെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് എടുക്കാം. അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലത്തെ വേരിയൻസ് ഉണ്ട്. എടുത്തു. നമുക്കിനി നമുക്ക് നമ്മുടെ നോട്ട്സിൽ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കാം. അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യാം സ്പേസ് ബട്ടണിൽ. എന്നിട്ട് നമുക്കിപ്പോൾ മലയാളം കൈയക്ഷരം എടുത്ത് നോക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സും എഴുതാൻ പറ്റും, മലയാളം ലെറ്റേഴ്സും എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ കുറേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹിന്ദി എടുക്കാം. ഹിന്ദിക്കകത്ത് നമുക്ക് ഇഷ്ടം പോലെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ പറ്റും, വാക്കുകളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഹിന്ദിക്ക് തന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് സാംസങ് ഒറിജിനൽ, നമുക്ക് നേരത്തെ കിട്ടി, അത് നമുക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ജീബോർഡിൽ കിട്ടത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ജീബോർഡിൽ പോയിട്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, സെലക്ട് ഇൻപുട്ട് മെത്തേഡ് ജീബോർഡ്, ഈ ഒരു ടാബിലോട്ട് വരും. എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് കിട്ടി. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ബൈ.